നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 9-ാം തീയതി, 1200-ാം ആണ്ട് ഇടവ മാസം 26-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രവും വിശാഖ നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. ഇന്ന് ശുഭനക്ഷത്രം, ശുഭദിനം. ഇപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ദിവസമാണ്, ചന്ദ്രൻ്റെ ദിവസം. ചന്ദ്രൻ എപ്പോഴും സന്തോഷത്തെ കൊടുക്കുന്ന ദശാനാഥനാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ്റെ ദിവസവുമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അനുകൂലപ്രദമാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഏത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അനുകൂലപ്രദമായ ഒരു വർഷത്തെയാണ് നമുക്ക് ഇന്നത്തെ ദിവസം തന്നിട്ടുണ്ട്. ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇടവ മാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വീട് തുടങ്ങി വഴി കിടക്കുന്നവർ, വീട് വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഇതിനെല്ലാം നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. നിങ്ങൾ ഇറങ്ങുക, നിങ്ങൾക്ക് നല്ല വീട് വരും. അതുപോലെ വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ വാഹനം കൊടുത്ത് മറ്റൊരു വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വിൽക്കുന്ന വണ്ടിക്ക് നല്ല വില കിട്ടും, നമുക്ക് വാഹനം വാങ്ങാനും സാധിക്കും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് വിദേശത്തിരിക്കുന്നവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വിദേശ പഠനത്തിന് ശ്രമിക്കുന്ന കുട്ടികൾ, ഇവർക്കെല്ലാം വിശാഖ നക്ഷത്രമാണെങ്കിൽ അനുകൂലപ്രദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് നല്ല ദിവസമാണ്. നല്ല കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. 7:41 തൊട്ട് 9:15 വരെയും 1:58 തൊട്ട് 3:32 വരെ ഗുളികകാല സമയവും, അതുപോലെ യമകണ്ഠകാല സമയം 10:50 തൊട്ട് 12:24 വരെയും. അപ്പോൾ ഈ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്, ഇന്നുമുണ്ട്. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12 മണി മുതൽ 12:48 വരെ 48 മിനിറ്റ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. വൈറ്റ് കളറോ അതുപോലെ പേളിൻ്റെ കളറിലോ ഉള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.